ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഈ ദുൽഖഅദ് 13-ാം ദിനം അവസാനിച്ചുള്ള ദുൽഖഅദ് 14-ാം രാവിൽ ഇൻഷാ അല്ലാഹ് നാം നടത്തുന്നതായി ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേരളത്തിൽ ഇന്ന് ദുൽഖഅദ് 14-ാം രാവ്, ഇന്ന് ഞായറാഴ്ച പകൽ, ദുൽഖഅദ് 13-ാം ദിനം, മഗ്‌രിബ് അസ്തമിച്ചിട്ടുള്ള രാവ് 14-ാം രാവാണ്. ഈ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ദുൽഖഅദ് ഞായറാഴ്ച ദുൽഖഅദ് 14-ാം ദിനവും അതിന്റെ രാവ് ദുൽഖഅദ് 15-ാം രാവിലാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് നാം ചെയ്യാനിരിക്കുന്ന ദുആകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഏതാനും ഒരൽപ്പം ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയങ്ങളെല്ലാം റബ്ബിലേക്ക് നമുക്ക് തവക്കുലാക്കി റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം എന്ന് ഉണർത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ, കൽബിൽ ഒരുപാട് ഖൈറായ മുറാദുകളുള്ളവരുണ്ട്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ വീടാൻ, അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഈ വിശുദ്ധമായ മാസം, ഈ ദിനം, ഈ രാവിൽ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഇന്നേ ദിവസം മദേഴ്സ് ഡേ ആണ്. പ്രിയപ്പെട്ട നമ്മുടെ മാതാവിനെ സ്മരിക്കേണ്ട, അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യേണ്ട ദിവസമാണ്. അവരില്ലാതെ നമ്മളില്ല. നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, മരണപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി ജീവിച്ച് അവരുടെ എല്ലാവിധ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ കെയർ ചെയ്ത, നമ്മെ ശുശ്രൂഷിച്ച ആളുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. പ്രത്യേകിച്ച് മാതാവിന് വലിയ വലിയ പങ്കുണ്ട് ആ വിഷയത്തിൽ. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എന്താണ് പറ്റുക? ആത്മാർത്ഥമായ ദുആ മാത്രം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം ആ മാതാപിതാക്കൾക്ക് വേണ്ടി. ഏതാണ് ഇൻഷാ അല്ലാഹ് നാം ചെയ്യാൻ പോകുന്ന ദുആ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇൻഷാ അല്ലാഹ് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ഇതേ സമയം തന്നെ ഈ ദുആ ആവർത്തിച്ച് നമ്മൾ പറയുക. ഞാൻ ചൊല്ലുന്നതിനോടൊപ്പം നിങ്ങളും ഇൻഷാ അല്ലാഹ് ഈ ദുആ പറയുക, ചൊല്ലുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. 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 ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുക. റബ്ബിർഹംഹുമാ, റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറ, ചെറുപ്പകാലങ്ങളിൽ അവർ ഞങ്ങളെ എങ്ങനെയാണോ തർബിയത്ത് ചെയ്ത് സംരക്ഷിച്ചത് അതുപോലെ പകരമാവില്ലെങ്കിലും റബ്ബേ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ. റബ്ബേ അവർ നേരത്തെ എങ്ങനെയാണോ ഞങ്ങളെ ശുശ്രൂഷിച്ചത് അതിലും അപ്പുറമായി നീ അവർക്ക് കരുണ ചെയ്യണേ റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇനി അടുത്തൊരു ദുആ നമ്മൾ ഇൻഷാ അല്ലാഹ് ചൊല്ലുകയാണ്. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എപ്പോഴും ചെയ്യേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ, അല്ലാഹുവേ നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ സ്വാലിഹീങ്ങളോട് ചേർക്കണേ അല്ലാ. ഇവിടെയും അങ്ങ് മരണപ്പെട്ടതിന് ശേഷവും സ്വാലിഹീങ്ങളോട് നീ ചേർക്കണമേ റബ്ബേ. പ്രത്യേകിച്ച് മരണപ്പെട്ടതിന് ശേഷം
റബ്ബേ മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കുകയും സ്വർഗത്തിൽ സാലിഹീങ്ങളോടൊപ്പം നീ എന്നെ ചേർക്കണമേ. അവർക്ക് കിട്ടുന്ന നേമത്തുകൾ, അവരെവിടെയാണോ സ്വർഗത്തിൽ അവരുടെ സ്ഥാനം, സാലിഹീങ്ങളുടെ സ്ഥാനം എവിടെയാണോ അവിടെ, അതുകൊണ്ട് അവരോട് നീ എന്നെ ചേർക്കണമേ റബ്ബേ. അല്ലാഹുമ്മ തവഫനി. എല്ലാവരും പറയുക ഇൻഷാ അല്ലാഹ്, ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടണം. ഈ ദുആഇൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൻ്റെ ഇൻഷാ അല്ലാഹ് ദുആഇൻ്റെ ഇജാബത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുആ പറയുക. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. 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 ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ചെയ്യേണ്ട ദുആ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ രോഗികളാണ്. ഇനി അടുത്തൊരു ദിവസം എന്താണ് എന്ന് പ്രതീക്ഷിക്കാൻ പോലും ജീവിതം എല്ലാവിധ പ്രതീക്ഷകളും അസ്തമിച്ച് മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ വീടിൻ്റെ ഉള്ളിൽ കഴിയുന്ന ആളുകളുണ്ട്. രോഗത്തിനോട് മല്ലടിച്ചുകൊണ്ട്, മരണത്തിനോട് മല്ലടിച്ചുകൊണ്ട് രോഗങ്ങളിൽ, മാരകമായ രോഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ, അവരൊക്കെ ആത്മാർത്ഥമായി അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ രോഗങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾ, വേദനകൾ, അസുഖങ്ങൾ എല്ലാം ശിഫയാകാൻ, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ അവയവങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങാൻ ഇൻഷാ അല്ലാഹ് നാം ആത്മാർത്ഥമായി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് യാ ഷാഫി എന്നുള്ള അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട, ഒരുപക്ഷെ ഇസ്മുൽ ആലമാവാൻ സാധ്യതയുള്ള ആ ഒരു വാക്ക്, ആ ഒരു ഇസ്മുൽ ആലം, ആ ഒരു അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ മുൻനിർത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ദുആ പറയുക. അല്ലാഹുമ്മ ശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ശ്ഫി അംറാലനാ وامراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض.
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض شفاء تاما لا يغادر سقما ولا ألما. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കൊരൽപ്പം അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ പറയാം. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ, എല്ലാവിധ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാൻ, നമ്മുടെ പരാധീനതകൾ, വിഷമങ്ങൾ നീങ്ങാൻ, എല്ലാത്തിനും മരുന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ഇങ്ങനെ സർവ്വ അനുഗ്രഹങ്ങളും, അംവാല് സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടാൻ, വബനീൻ മക്കൾ, പെൺമക്കൾ, ആൺമക്കൾ, ഇങ്ങനെയുള്ള നിയമത്തുകൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ കഴിയാതെ വർഷങ്ങളോളമായി പ്രയാസപ്പെട്ടിരിക്കുന്നവർക്കുള്ള ഒറ്റമൂലിയാണ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ട് നാം പരമാവധി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കാം മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ പറയാം. എല്ലാവരും ഒപ്പം പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. 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 ഇൻഷാ അല്ലാഹ് ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സലാത്ത് നമുക്ക് വർദ്ധിപ്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്, അവിടുത്തെ സ്ഥാനം നീ ഉയർത്തണേ റഹ്മാനെ എന്നിത്യാദി അവിടുത്തെ ഗുണങ്ങൾ, അവിടുത്തെ മദ്ഹുകൾ വാഴ്ത്തലാണ് സലാത്ത്. അതുകൊണ്ട് നാം പരമാവധി സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നേരെ തിരിച്ചും നമുക്ക് ഗുണം ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ നാം വാഴ്ത്തിയാൽ തിരിച്ചും അള്ളാഹുവിൻ്റെ പ്രിയം നമുക്കുണ്ടാകും. അതുകൊണ്ട് നാം ആ സലാത്ത് എപ്പോഴും ചൊല്ലാറുള്ള സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ സലാത്ത് ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ് അവസാനമായൊരു ദുആ കൂടി, ഒരു ദിക്ർ കൂടെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. വളരെ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ നാമം വാഴ്ത്തുന്ന, അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളും അംഗീകരിച്ചുകൊണ്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, എല്ലാവിധ സർവ്വ കഴിവുകളും അള്ളാഹുവിനാണെന്ന് നാം അവനെ പുകഴ്ത്തുന്ന, അള്ളാഹുവിൻ്റെ കരുണകളെ വാഴ്ത്തിപ്പറയുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ദിക്ർ കൂടെ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ എല്ലാ ദിക്റുകളെയും സ്വലാത്തുകളെയും തസ്ബീഹുകളെയും തഹ്മീദുകളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിപൂർണമായ രൂപത്തിൽ അള്ളാഹുവേ, നീ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ഈ സമയത്ത് ചൊല്ലിയ ഈ ദിക്റുകളെയെല്ലാം നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് ആത്മാർത്ഥമായി നിന്നിലേക്ക് ദുആ ചെയ്യാൻ, നിന്നിലേക്ക് അടുക്കാൻ, നിന്നിലേക്ക് ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കാൻ, അതിലൂടെ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും എല്ലാവിധ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഹലാലായ മുറാദുകൾ നിറവേറാനും നീ കാരണമാക്കണേ റഹ്മാനെ.
റബ്ബേ നീ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة أولا إلى حضرة روح حبيبك سيدنا محمد صلى الله عليه وسلم. اللهم إلى حضرات أرواح آبائنا وأمهاتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وسائر أقربائنا يا رب العالمين. اللهم رب ارحمهما كما ربياني صغيرا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, വിശുദ്ധമായ ദുൽഖഅദ് ഈ 13-ാം ദിനം അസ്തമിച്ചിട്ടുള്ള ഈ സമയത്ത് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഇതൊരു പാഴ്വേലയായി നീ ഞങ്ങളെ എഴുതി തള്ളല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ ഒന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ ചെയ്യാൻ പോകുന്ന ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതായ അദ്കാറുകൾ സലാത്തുകൾ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതി നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ് ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة أولا إلى حضرة روح حبيبك سيدنا محمد صلى الله عليه وسلم. أرحم الرحيമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, വിശുദ്ധമായി രാവിൽ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കഴിഞ്ഞകാല ഇന്നലകളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ സർവ ദോഷങ്ങളെയും ചെറുതും ചെറുതുമായ റബ്ബേ, ആദ്യം നേരത്തെ മുന്നേ ചെയ്ത എല്ലാ ദോഷങ്ങളെയും, നിസാരമായ വണ്ണമായ തെറ്റുകളെല്ലാം, എല്ലാ തെറ്റുകളെയും ദോഷങ്ങളെയും
സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിപ്പോയി ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും നീ പൊറുത്ത് മാഫാക്കണേ അല്ലാ. നീ ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണല്ലോ, നീ റഹ്മാനാണല്ലോ, റഹീമാണല്ലോ അല്ലാ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും പൊറുത്ത് നിന്നിലേക്ക് അടുക്കുവാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. നീ ഒരിക്കലും അത്തരം തെറ്റുകൾ ആവർത്തിക്കുന്ന ഗതികേട്, പൈശാചികമായ പ്രേരണകൾ നീ നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. റബ്ബേ, നീ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തീൻ കബൂലാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ച് റബ്ബേ, എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞ സെക്കൻഡ് വരെ ആരെല്ലാം എവിടെയെല്ലാം മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ, നബിമാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ ആരെല്ലാം എവിടെയെല്ലാം ഏത് മണ്ണിൽ മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അത് കാരണമായി ഇവിടെ പരാമർശിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും റബ്ബേ അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാ. റബ്ബേ, അവരുടെ എല്ലാവിധ ദറജകളെയും നീ ഉയർത്തണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയി, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ മരണപ്പെട്ടുപോയി, ഞങ്ങളുടെ ഉസ്താദന്മാർ ഇന്ന് ആരടി മണ്ണിലാണ്. അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഞങ്ങൾക്കറിയുന്ന, ഞങ്ങൾക്ക് അടുത്ത് ഇടപഴകിയ ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഇന്ന് ആരടി മണ്ണിലാണ് അല്ലാ. അവരുടെ അർവാഹുകൾക്ക് നീനാസ് നൽകണേ അല്ലാ, നേരം പോക്ക് നൽകണേ അല്ലാ. സ്വർഗീയമായ പരിമളങ്ങൾ, സ്വർഗീയമായ സാഹചര്യങ്ങൾ, സ്വർഗീയമായ ചുറ്റുപാടുകൾ അവരുടെ ഖബറിടങ്ങളിൽ, അവരുടെ ബർസഖിയായ ജീവിതത്തിൽ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ദിനം പ്രതി ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം റബ്ബേ വലിയ പ്രതിസന്ധിയിലാണ്. റബ്ബേ, ഞങ്ങളുടെ രാജ്യത്തിൽ സമാധാനം നിലനിർത്തണേ അല്ലാ, സമാധാനം നിലനിർത്തണേ അല്ലാ. പരസ്പരം റബ്ബേ ആ രാജ്യങ്ങൾ തമ്മിൽ നീ ഐക്യം നിലനിർത്തണേ അല്ലാ. റബ്ബേ, രാജാതിർത്തി കാക്കുന്ന കാർമിക്ക് നീ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകണേ റഹ്മാനെ. അവർക്ക് മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകണേ റഹ്മാനെ. റബ്ബേ, ഇരു രാജ്യങ്ങൾ തമ്മിൽ നീ ഐക്യവും സമാധാനവും നിലനിർത്തണേ റഹ്മാനെ. തീവ്രവാദത്തിലേക്കോ യുദ്ധങ്ങളിലേക്കോ നീങ്ങുന്ന ഗതികേടിനെ തൊട്ട്, അത്തരം അവസ്ഥകളെ തൊട്ട് അവരെയും ഞങ്ങളുടെ രാജ്യങ്ങളെയും നീ കാക്കണേ അല്ലാ. റബ്ബേ, നീ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ആത്മാർത്ഥമായി നിന്നോട് പറയാൻ, നിന്നിലേക്ക് ഒഴിഞ്ഞിരുന്നുകൊണ്ട് ദുആ കൊണ്ട് നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പ്രതിസന്ധിയിലാണ് റഹ്മാനെ, നിന്നിലാണ് അഭയം റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സഫലീകരിക്കണേ റഹ്മാൻ. കടക്കിണിയിൽ മുങ്ങി നിന്നുകൊണ്ട് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. റബ്ബേ, ഹലാലായ പല വിഷയങ്ങൾക്കും വേണ്ടി റബ്ബേ, മക്കളെ കെട്ടിക്കാൻ, കച്ചവടം തുടങ്ങാൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, മക്കളുടെ വിദ്യാഭ്യാസം, ഒരു ഹലാലായ ഒരു വീട്, താമസയോഗ്യമായ ഒരു വീട്, ഇങ്ങനെ തുടങ്ങി ഹലാലായ വിഷയങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി അവിടുന്നും ഇവിടുന്നും തിരിമറി ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കടക്കെണിയിൽ പെട്ടു നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. ആജിലായ സലാമത്ത് നൽകണേ അല്ലാ. പെട്ടെന്ന് നീ എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം നീ നൽകണേ അല്ലാ. വഴികൾ കാണിച്ചു കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായ ഐശ്വര്യം അത്തരം ആളുകൾക്ക് നൽകണേ അല്ലാ. റബ്ബേ, മാരകമായ രോഗങ്ങൾക്ക് അടിമകളാണ് ഞങ്ങളിൽ പലരും. ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്ത് രോഗാണുക്കളാണ് ഉള്ളത് എന്ന് നിനക്കറിയാം. ഞങ്ങളുടെ എല്ലാ അസുഖങ്ങളെയും ശിഫയാക്കണേ അല്ലാ.
മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് നീ ഞങ്ങളുടെ കുടുംബങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല. ഞങ്ങളുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുകുടുംബാദികളെ നീ ഇടങ്ങേറിലാക്കല്ലേ അല്ല. റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല. ശരീരത്തിന് നല്ല ആരോഗ്യവും മനസ്സിന് നല്ല സന്തോഷവും നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. എല്ലാവിധ ഖൈറ് ബറകാത്തുകൾ നൽകണേ അല്ലാ. റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകിച്ച് നമ്മുടെ മജ്‌ലിസിലേക്ക്, ഖുതുബിയത്ത് മജ്‌ലിസിലേക്ക് ഹദിയ നൽകിയിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനെ. 9-10 മാസങ്ങളോളമായി കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണി ചെയ്തതിൻ്റെ കൂലി ശമ്പളം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അല്ലാ. അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ഫത്ഹ് നൽകണേ അല്ലാ. അവർക്ക് അർഹമായ വേതനം നീ എത്രയും പെട്ടെന്ന് അടിപ്പിക്കണേ അല്ലാ. അതിൻ്റെ മുതലാളിമാർക്ക്, അതിൻ്റെ ഓണേഴ്സിന് അതിന് നീ ഉള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാനിരിക്കുന്നവരുണ്ട് റബ്ബേ. വീട് പണി തുടങ്ങിയവരുണ്ട് റബ്ബേ, പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. വാർക്ക് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. ഇനിയും അതിൻ്റെ പണികൾ മുന്നോട്ട് പുരോഗമിക്കാനുള്ള എല്ലാവിധ വഴികളും സാമ്പത്തികമായ വിഷയങ്ങളും നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ നിൽക്കാൻ, സ്ഥലങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഹലാലായ ഖൈറായ റബ്ബേ വാഹനങ്ങൾ അടുപ്പിക്കണേ അല്ലാ. വസ്തുവകകൾ അടുപ്പിക്കണേ റഹ്മാനെ. എല്ലാവിധ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. 100 കൂട്ടം പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. നിന്റെ എല്ലാവിധ കാവല് നൽകണേ അല്ലാ. നിന്റെ എല്ലാവിധ സംരക്ഷണങ്ങൾ നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന അടിമകളായി നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാന്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാര്യമാർ, മക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഉന്നതമായ വിജയം പരീക്ഷകളിൽ നൽകണേ റഹ്മാനെ. ഉന്നതമായ വിജയം ലഭിച്ചവർക്ക് ഇനിയും മുന്നോട്ട് വലിയ ഭാവി നൽകണേ അല്ല. ആഗ്രഹിക്കുന്ന കോഴ്സുകളെടുത്ത് ഉന്നതമായ നിലയ്ക്ക് പഠിച്ച് വളരാൻ, സമൂഹത്തിന്, കുടുംബത്തിന് ഉപകാരമായി മുന്നോട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല. മക്കളെ പ്രതീക്ഷിക്കുന്ന വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് നീ ഖൈറായ സന്താനങ്ങളെ നൽകണേ അല്ല. എല്ലാവിധ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ അല്ല. കച്ചവടത്തിൽ, ബിസിനസ്സിൽ ഖൈർ നൽകണേ റഹ്മാനെ. ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. إن شاء الله أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.